ഹായ് ഗായ്സ്, ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അധികമായിട്ടുള്ള മെലാനിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് വൈറ്റൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ക്രീം പാക്കിൻ്റെ റെമഡിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ക്രീമായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ നമ്മുടെ ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ടും വരാവുന്നതാണ് കേട്ടോ. 2 മെത്തേഡിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല 10 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയും സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യും. മാത്രമല്ല പാടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലിക്വറൈസിൻ്റെ റൂട്ടാണ് കേട്ടോ. റൂട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് പൗഡേഴ്സ് അവൈലബിൾ ആണ്. മാക്സിമം റൂട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരണം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉലുവയാണ്. ഒരു ഉലുവ വെച്ചിട്ട് നമ്മൾ റെമഡീസ് ചെയ്തിട്ടുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഓരോരോ വ്യൂവേഴ്സ് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പിടി ഒരു ഉലുവ, അതായത് നല്ല മുറുക്കി പിടിച്ചിട്ടാണ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കായിരിക്കും കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണ്. ഈ കാണുന്ന അളവിൽ നമ്മൾ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ലിക്വറൈസിനെ നന്നായിട്ട് ഒന്ന് ഇടികല്ല് ഉപയോഗിച്ചതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഉലുവ അതുപോലെ തന്നെ ഇരുന്നോട്ടെ, മുഴുവനായിട്ട് തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർക്കാനായിട്ട് ടൈം കൊടുക്കുക. ഇത് രണ്ടും കുതിർത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന രീതിക്ക് കഴുകി കൊണ്ടുവന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഇടികല്ല് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചതഞ്ഞ് വരും കേട്ടോ. നല്ല പീസായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടിനകത്തേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് അങ്ങ് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ച് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ വറ്റിച്ച് നമുക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അതിൻ്റെ ആ ഒരു കഷായം കിട്ടുന്ന രീതിക്ക് നമ്മൾ വറ്റിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വറ്റുക. ഈ ഒരു കഷായ പരുവത്തിൽ നമുക്കിത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ഫിൽട്ടർ ചെയ്യാനായിട്ട് നോക്കുക. തണുത്തതിന് ശേഷം എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉലുവ കുടിച്ചിരിക്കും കേട്ടോ. ആയതുകൊണ്ട് ആ ഒരു കഷായം ചൂടുള്ള ടൈമിൽ തന്നെ അരിപ്പ് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ക്രീം പരിപാടി കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്, നമ്മുടെ സാഫ്രോൺ. ഈ ഒരു സാഫ്രോൺ ഇല്ലാന്ന് വെച്ചിട്ട് ആരും ഈ ഒരു ക്രീം ഉണ്ടാക്കാതെ ഇരിക്കരുത് കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലിക്വറൈസിൻ്റെ റൂട്ടും ഉലുവയും തന്നെയാണ്. അത് മിസ് ചെയ്യാതെ ഇരുന്നാൽ മതി. ബാക്കി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു കഷായത്തിനകത്ത് തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ആവാനുള്ള എല്ലാ ബെനിഫിറ്റും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് വെള്ളത്തോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി മടി കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ക്രീമാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാഫ്രോൺ ഇതിനകത്തേക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് സാഫ്രോൺ അത്ര മാത്രം മതി. പിന്നീട് നമ്മളിതിനകത്തേക്ക് അല്പം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ കോൺഫ്ലോർ ഇപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അളവിലേ ചേർക്കുന്നുള്ളൂ. പിന്നീട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്കതൊന്ന് തിക്കായി കിട്ടാനാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേറെയും ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷംനുസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആവാരം പൗഡർ ജെല്ല് കേട്ടോ. നിങ്ങൾക്ക് ടോട്ടലി ആലുവേരയുടെ ആ ഒരു ജെല്ല് മാത്രം ചേർക്കുകയും അങ്ങനെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡും ചേർക്കാം. കാരണം ഈ ഒരു കോൺഫ്ലോർ നമ്മുടെ ഈ ഒരു ചോളമാവിൽ നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തന്ന് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്ത് ഫേസിൽ ഉണ്ടാവുന്ന പാടെല്ലാം നല്ല ഫെയ്ഡ് ഔട്ട് ആക്കി കൊണ്ടുവരാനായിട്ടും ഈ ഒരു കോൺഫ്ലോറിന് കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു കോൺഫ്ലോറിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ട് പകരം നിങ്ങൾക്ക് ഇവിടെ ആലുവേര മാത്രം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു കോൺഫ്ലോർ നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഗൈസ്, കണ്ടല്ലോ നമ്മളിതാ പിന്നീടും ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ. 1/2 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ കണക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കോൺഫ്ലോർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും. ഡയറക്റ്റ് അല്ല കേട്ടോ, നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ്. അപ്പോൾ പെട്ടെന്നൊന്നും കുറുകി വരത്തില്ല, പതുക്കെ ആവത്തുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുറുക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഒരുപാട് ക്രീമി കൺസിസ്റ്റൻസിയിലല്ല ഞാൻ കുറുക്കി കൊണ്ടുവരുന്നത്, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. എനിക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊന്ന് സെറ്റായിട്ട് ഇരിക്കേണ്ട, ഒരുപാട് അങ്ങ് ക്രീം കൺസിസ്റ്റൻസി, അതായത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ട്
അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് സ്കിന്ന് വലിഞ്ഞു മുറുകുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അങ്ങ് നിങ്ങൾ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം, കുറുക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആൾക്കാരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിക്വറൈസും ഉലുവയും മറ്റു കാര്യങ്ങളൊക്കെ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് നമ്മുടെ കണ്ടല്ലോ, ഈ ഒരു കൂട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിനകത്തേക്ക് അല്പം ഓയിൽ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർക്കേണ്ടി വരും. കാരണം ഇത് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫീൽ ആയിരിക്കും തരുക. ഞാൻ ഇതിനകത്ത് കോൺഫ്ലോർ ചേർത്തുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കോൺഫ്ലോർ സ്കിപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്താലും മതി. കാരണം ആളുവരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചിലൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിക്കും ചെയ്തു വരാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഇതേ മെത്തേഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ ഗ്ലിസറിൻ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആ രീതിക്കും കഴുകി കൊണ്ടുവരാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ലീവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതെൻ്റെ ഫേസിൽ നല്ല കട്ടിക്ക് അങ്ങ് അപ്ലൈ ചെയ്യും. 1 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഫേസിൽ വയ്ക്കും. സംസാരിക്കാനും നിൽക്കത്തില്ല. നമ്മളത് ഫോൺ നോക്കിയിട്ടിരിക്കും. ആ ഒരു ടൈമിൽ ഫോൺ നോക്കിയിട്ട് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങ് മിണ്ടാണ്ട് അങ്ങ് ഇരിക്കും. അങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിരിക്കുന്നുണ്ട്. ആദ്യം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടോ ഒരു 1 വീക്കിനുള്ളിൽ ഉപയോഗിച്ച് തീർത്താൽ മതി.